നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് കർവിനെ കുറിച്ചിട്ടാണ്. ലേണിംഗ് കർവ് ഷോസ് ദി റേറ്റ് ഓഫ് പ്രോഗ്രസ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലേണിംഗ്. എ ലേണിംഗ് കർവ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ ഗിവൺ പീരീഡ്. ലേണിങ്ങിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഒരു സർട്ടൻ പീരീഡ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സർട്ടൻ പീരീഡ്സിൽ ലേണിങ്ങിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്സിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. എ യൂണിഫോം റേറ്റ് ഓഫ് പ്രോഗ്രസ് ഇൻ ലേണിംഗ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ കർവ്. അതായത് നമ്മൾ ലേണിംഗ് കർവ് വരയ്ക്കുമ്പോൾ അതിന് ഒരു എക്സ് ആക്സും വൈ ആക്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ എക്സ് ആക്സ് സൂചിപ്പിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്, വൈ ആക്സ് സൂചിപ്പിക്കുന്നത് എമൗണ്ട് ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുമ്പോൾ അവിടെ യൂണിഫോം റേറ്റ് ഓഫ് പ്രോഗ്രസ് ആയിരിക്കും ലേണിങ്ങിൽ ഉണ്ടായിരിക്കുക. അത്തരത്തിലുണ്ടാവുന്ന കർവാണ് എന്ത് സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെയാണ് കോൺവെക്സ് കർവ്. ഇഫ് ദ റേറ്റ് ഓഫ് പ്രോഗ്രസ് ഈസ് വെരി ഹൈ at the beginning, then shows down gradually, it is called convex learning curve or negatively accelerated learning curve. കോൺവെക്സ് കർവ് എന്ന് പറയുമ്പോൾ അവിടെ ലേണിങ്ങിൻ്റെ പ്രോഗ്രസ് ഫസ്റ്റിൽ ഹൈ ആയിരിക്കും, തുടക്കത്തിൽ കുറച്ച് ഹൈ ആയിരിക്കും, പിന്നീട് അതെന്ത് ചെയ്യും കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെയുള്ള ഒരു കർവാണ് എന്തെന്ന് പറഞ്ഞത് കോൺവെക്സ് കർവ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി അടുത്തതാണ് കോൺകേവ് കർവ്. ഇഫ് ദ റേറ്റ് ഓഫ് പ്രോഗ്രസ് ഈസ് വെരി സ്ലോ അറ്റ് ദ ബിഗിനിങ് ദെൻ ഇറ്റ് ഇൻക്രീസസ്, ഇറ്റ് ഈസ് കോൾഡ് കോൺകേവ് ലേണിംഗ് കർവ് ഓർ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ്. കോൺകേവ് കർവ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ റേറ്റ് ഓഫ് പ്രോഗ്രസ് സ്ലോ ആയിരിക്കും, പിന്നീട് അത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള കർവാണ് കോൺകേവ് ലേണിംഗ് കർവ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതാണ് മിക്സഡ് കർവ്. ദിസ് ടൈപ്പ് ഷോസ് സ്ലോ പ്രോഗ്രസ് ഇൻ ദ ബിഗിനിങ് ഫോളോഡ് ബൈ ക്വിക്ക് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ദെൻ ബൈ സ്ലോ പ്രോഗ്രസ്. ലേണിംഗ് ബിഗിൻ സ്ലോലി, ഇംപ്രൂവ്സ് റാപ്പിഡ്ലി ആൻഡ് എഗെയിൻ സ്ലോസ് ഡൗൺ. ഹിയർ വി ഗെറ്റ് ആൻ എസ് ഷേപ്പ്ഡ് കർവ്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, ആദ്യം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് ഒരു ക്വിക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും, പിന്നീട് വീണ്ടും എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ടൈപ്പാണ് ഈ ഒരു കർവ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഡയഗ്രത്തിൽ ഒരു എസ് ഷേപ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊരു എസ് ഷേപ്പ്ഡ് കർവ് എന്ന് നമ്മളിതിനെ വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്തൊക്കെയാണ് ലേണിംഗ് കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു സ്ലോ പ്രോഗ്രസ് അതിനകത്ത് ഉണ്ടാവും. നെക്സ്റ്റ് പീരീഡ് ഓഫ് റാപ്പിഡ് പ്രോഗ്രസ്, ദെൻ പീരീഡ്സ് ഓഫ് സ്പട്സ്. സ്പട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമ്മൾ ലേണിംഗ് കർവ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് കാണാമല്ലേ. ഈ അപ്സ് ആൻഡ് ഡൗൺസിനെയാണ് നമ്മൾ സ്പേർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീരീഡ് ഓഫ് നോ അപ്പാരൻറ്റ് പ്രോഗ്രസ്, അതായത് ചില സമയത്ത് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതാവും, അതായത് അവിടെ കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് സമയം ഉണ്ടാവും. അതാണ് പീരീഡ് ഓഫ് നോ അപ്പാരൻറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീരീഡ് ഓഫ് ഡിക്ലൈൻ. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ലേണിംഗ് കർവിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ അക്കൗണ്ട് ഓഫ് ദി റെഗുലർ പ്രോഗ്രസ് ഓഫ് ഈ സ്റ്റുഡൻസ്. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ സ്റ്റുഡൻസിൻ്റെ റെഗുലർ ആയിട്ടുള്ള പ്രോഗ്രസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കർവ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ടു കമ്പയർ ദെയർ പ്രോഗ്രസ് വിത്ത് ദെയർ ക്ലാസ്മേറ്റ്സ്. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് അവരുടെ പ്രോഗ്രസ് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ദം ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് അപ്രൈസൽ. അവർക്കൊരു സെൽഫ് അപ്രൈസലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു അക്വൈൻറ്റ് ഹിംസെൽഫ് വിത്ത് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണിംഗ്. അതുപോലെ തന്നെ ടീച്ചർക്ക് ലേണിങ്ങിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഈ കർവ് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്.
ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ലേണിംഗ് പ്ലാറ്റ്യൂ ഓർ പ്ലാറ്റ്യൂ ഇൻ ലേണിംഗ്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാറ്റ്യൂ ഇൻ ലേണിംഗ് represents a period of no improvement in learning even with any number of efforts. It is a temporary stagnant period. When such a stage is reached, a learning curve takes the form of a line segment parallel to the x-axis. Such horizontal stretches are known as plateaus. പ്ലാറ്റ്യൂസ് എന്ന് പറയുമ്പോൾ അതായത് ചില സമയത്ത് നമ്മൾ എത്ര എഫേർട്സ് എടുത്താലും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. അത്തരത്തിലുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അതൊരു ടെമ്പററി പീരീഡാണ് അതുണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഈ ഡയഗ്രം നോക്കിയാൽ കാണാം, ആദ്യം കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, പിന്നീട് ഒരു പ്രോഗ്രസ് ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്, പിന്നീട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന, പിന്നീട് ഒരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ആ കർവ് നോക്കിയാൽ കാണാം P1 P2 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ പ്ലാറ്റ്യൂവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ ലേണിംഗ് കർവ് ഒരു പാരലലായിട്ട് പോകും, എക്സ് ആക്സിസിന് പാരലായിട്ട് പോകും. അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പ്ലാറ്റ്യൂസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് കോംപ്ലക്സ് നേച്ചർ ഓഫ് ദ ടാസ്ക് ആണ്. നമ്മൾ ടാസ്ക് കൊടുക്കുന്നത് കുറച്ച് സങ്കീർണമാകുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പ്ലാറ്റ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞത് ലാക്ക് ഓഫ് അറ്റൻഷൻ ആണ്. കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ പ്ലാറ്റ്യൂ ഉണ്ടാവാം. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ് അടുത്തത്, അതായത് മോട്ടിവേഷൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. നെക്സ്റ്റ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ ലേണർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേണിംഗ് നടക്കുമ്പോൾ മെച്ചുറേഷൻ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് ആവശ്യമാണ്. അപ്പോൾ ലേണർക്ക് വേണ്ട മെച്യൂരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്യൂ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്. ടീച്ചർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഡിഫക്റ്റീവ് ആണെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പുവർ ഫിസിക്കൽ കണ്ടീഷനാണ്. കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ പുവർ ആകുമ്പോഴും കുട്ടിക്ക് ലേണിങ്ങിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല, അപ്പോഴും ഈ പറഞ്ഞ പ്ലാറ്റ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് അൺഫേവറബിൾ ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. അതായത് നമുക്ക് എപ്പോഴും ലേണിംഗ് സ്യൂട്ടബിളായിട്ട് നടക്കണമെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് അത്യാവശ്യമാണ്. അത് അൺഫേവറബിൾ ആവുകയാണെങ്കിൽ അതും പ്ലാറ്റ്യൂസിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് മെൻ്റൽ ഫാറ്റിഗ്. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതും എന്തിന് കാരണമാവുന്നു. കാരണം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലേണിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും പ്ലാറ്റ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഈ പ്ലാറ്റ്യൂസിനെ എലിമിനേറ്റ് ചെയ്യാം നമുക്ക് നോക്കി നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞത് അഡോപ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. നമ്മളെപ്പോഴും നല്ല എഫിഷ്യൻ്റായിട്ടും ഇന്നവേറ്റീവായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്ലാറ്റ്യൂസിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അടുത്തത് യൂസ് അപ്രോപ്രിയേറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നമ്മളെപ്പോഴും ഇങ്ങനെ ലെക്ചറിങ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാതെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം. ഇപ്പോൾ PPT, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ചാർട്ട്, പിക്ചേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം. അറേഞ്ച് ലേണിംഗ് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ദ ഇൻക്രീസിങ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി. നമ്മളെപ്പോഴും ടാസ്ക് കൊടുക്കുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് നമ്മൾ ലേണിങ്ങിൻ്റെ ടാസ്കുകളൊക്കെ അല്ലെങ്കിൽ ലേണിംഗ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം. പ്രൊവൈഡ് പ്രോപ്പർ റെസ്റ്റ് ടു അവോയ്ഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫാറ്റിഗ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മൾ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട റെസ്റ്റൊക്കെ നൽകുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്യൂസ് ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ലേണിംഗ് കർവിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ പ്ലാറ്റ്യൂസും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്.